ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പെക്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് XUV3Xയുടെ ഏറ്റവും വാല്യൂ ഫോണി ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന വേരിയൻറ്റിനെ പറ്റിയാണ്. അത്യാവശ്യത്തിന് ഫീച്ചേഴ്സൊക്കെ ഉള്ള മോഡൽ തന്നെയാണ്. MX3 Pro എന്നാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ പേര്. ഇതിൻ്റെ പ്രൈസും മറ്റൊരു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സും ഡിസൈനും ഒക്കെ നോക്കാം. സോ എക്സ്റ്റീരിയർ ഡിസൈനിൽ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് മുതലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് LED ഹെഡ് ലാംപ്സും DRLസും അതുപോലെ സൈഡ് ടു ഇൻഡിക്കേറ്റേഴ്സൊക്കെ DRLസിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ആയിട്ടൊക്കെ വരാൻ പോകുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള MX3 എടുക്കുകയാണെങ്കിലും പിന്നെ ബാക്കി താഴത്തുള്ള വേരിയൻസ് ഇപ്പോൾ MX1, MX2, MX2 Pro ഇതിൻ്റെ അകത്തൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം മിസ്സിംഗ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന LED ലൈറ്റിംഗ് സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിലൊക്കെ അവർ കൊടുത്തിരിക്കുന്ന. ബാക്കിലുണ്ട്, അത് നമുക്ക് പറയാം. പക്ഷേ പിന്നെ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിലും ഏകദേശം ടോപ്പ് എൻഡിൽ വരുന്ന പോലൊക്കെ തന്നെയാണ് വരുന്നത്. ആൻഡ് താഴത്തെ ബമ്പറിൻ്റെ ഡിസൈനും സെയിം ആണ്. പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നും ടോപ്പ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരില്ല. ഇതിൻ്റെ താഴത്തെ വേരിയൻസ് ഈവൻ MX3 എടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് LED ലൈറ്റിംഗ് സെറ്റപ്പ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ഡിഫറൻസ് വരും. പിന്നെ ഇതിൻ്റെ ടോപ്പിലത്തെ ലൈറ്റിംഗ് സെറ്റപ്പ് മാത്രമേ ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ, താഴത്തെ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമുക്കൊരു ഡിഫറൻസ് ആയിട്ട് പറയാം. പക്ഷെ എന്നാൽ പോലും ഒറ്റ നോട്ടത്തിൽ വണ്ടി കാണുന്ന സമയത്ത് അങ്ങനെ തോന്നില്ല. അതായത് ഒരു എവിടേക്കും ഒരു വേഗ് ലുക്ക് പോലെ വരില്ല. അപ്പോൾ അതാണ് ഫ്രണ്ടിലത്തെ ഡിസൈനെ പറ്റി പറയാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഫേസ് ലിഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഇതിൻ്റെ അകത്ത് നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒക്കെ ബോഡി കളറായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സി പില്ലർ അവർ മൊത്തത്തിൽ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. അതുപോലെ ഡോർ ഹാൻഡിൽസ് ബോഡി കളർഡ് ആണെങ്കിലും ORVMs ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കിട്ടുന്നത്. അപ്പോൾ അതൊരു വ്യത്യാസമാണ്. പിന്നെ ബാക്കി സൈഡ് ബോഡി ക്ലാഡിങ്സും സംഭവങ്ങളൊക്കെ ഓൾറെഡി ഉള്ള പോലൊക്കെ തന്നെയാണുള്ളത്. ടോപ്പ് എൻഡിലുള്ളതും സെയിം തന്നെയാണ്. ഇതിനകത്ത് റൂഫ് റെയിൽസോ അല്ലെങ്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിനോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കില്ല. അത് ടോപ്പ് എൻഡ് വെച്ച് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ. ഇനി മെയിൻ വ്യത്യാസം വരുന്നത് വീൽസിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് അലോയ് വീൽസ് അല്ല, പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറിയ അലോയ് വീൽ പോലത്തെ ഒരു ലുക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ബേസിക്കലി ഇത് വീൽ ക്യാപ്സ് ആണ്. ഈ സ്റ്റൈൽഡ് സ്റ്റീൽ വീൽസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ സംഭവം. അതായത് നമുക്ക് ഇതിനകത്തോട് നോക്കിക്കഴിഞ്ഞാൽ അകത്തുള്ള ആ ഒരു ബ്രേക്ക് കാലിപ്പേഴ്സിൻ്റെ സംഭവം, അതായത് നമ്മുടെ ബ്രേക്കിൻ്റെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ എന്നാൽ സ്റ്റീൽ വീൽസ് പോലെ മറ്റേ റൗണ്ട് സാധനം വന്ന് അതിൻ്റെ മുകളിൽ വീൽ ക്യാപ്പ് വയ്ക്കുന്ന ഒരു പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പറയും. പക്ഷെ എന്നാലും കാണുമ്പം കറക്റ്റ് അലോയ് വീലാണ് എന്ന് നമുക്ക് തോന്നുകയില്ല. 16 ഇഞ്ച് വീൽസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 17 ഇഞ്ചാണ് ടോപ്പ് എൻഡിലുള്ളത്, അത് അലോയ് വീൽസാണ്. പിന്നെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ടോപ്പ് എൻഡിൽ കിട്ടുന്ന സെയിം ലുക്ക് തന്നെയാണ് വരുന്നത്. കാരണം ടെയിൽ ലാംപ്സും ഇതിൻ്റെ അകത്ത് LED ആണ്. ഞാൻ വീണ്ടും പറയുന്നു, MX3 വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് LED ടെയിൽ ലാംപ്സ് കിട്ടുന്നതായിരിക്കില്ല. അതൊക്കെ നമുക്ക് ഈ മോഡലിലാണ് കിട്ടുന്നത്. ആൻഡ് ബാക്കിലുള്ള കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ലോവർ വേരിയൻ്റ് ആണ് എന്ന് തോന്നില്ല. പിന്നെ ബാക്കിലത്തെ നമുക്ക് നോർമൽ ടോപ്പ് എൻഡിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, അതായത് താഴത്തുള്ള സ്കിഡ് പ്ലേറ്റ്സ് പിന്നെ സിൽവർ എലമെൻറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലും അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ചെറിയ നെഗറ്റീവ് ഉള്ളത് ഇതിൻ്റെ അകത്ത് ബാക്കിൽ നമുക്ക് വൈപ്പർ, വാഷർ, ഡീഫോഗർ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും അവൈലബിൾ അല്ല. പിന്നെ ബാക്കിൽ ക്യാമറയും വരുന്നില്ല. പക്ഷെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റും, കാരണം ഇതിൻ്റെ അകത്ത് ഇൻഫോർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് അകത്തേക്ക് വരുമ്പോൾ പറയാം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് ഈ വാഹനത്തിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സാണ്. ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഒറ്റയടിക്ക് ഡാഷ്ബോർഡ് ലേഔട്ട് നോക്കുമ്പം ഒരു ഡിഫറൻസ് പറയാൻ പറ്റുന്ന സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ടോപ്പിലത്തെ ലെയർ കംപ്ലീറ്റ്ലി സോഫ്റ്റ് ടച്ച് ആണ്. അതുപോലെ ഡോർ പാഡ്സിൻ്റെ മുകളിലത്തെ പോർഷനൊക്കെ സോഫ്റ്റ് ടച്ച് ഫിനിഷ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തായാലും അതൊന്നുമില്ല. പക്ഷേ അതിന് പകരം നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ 10.25 ഇഞ്ച് സൈസ് വരുന്ന ഇൻഫോടൈം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി MX2 മുതൽ കിട്ടുന്നതാണ്. പക്ഷേ MX2ൽ HD അല്ല, MX3ലേക്ക് വരുമ്പോഴേക്കും നമുക്ക് HD സിസ്റ്റം കിട്ടി തുടങ്ങും. MX3 Proയിലും സെയിം സംഭവം, MX3ലുള്ള അതേ സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഭാഗ്യത്തിന് ഇവർക്ക് ലോവർ വേരിയൻസിൽ ചെറിയ ഇൻഫോടൈം സിസ്റ്റം കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ടോപ്പ് എൻഡിൽ വരുന്ന അതേ ഇൻഫോടൈം സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ വോളിയം കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഫിസിക്കൽ നോബും ഉണ്ട്. ആൻഡ് അതിൻ്റെ തൊട്ട് താഴത്തേക്ക് വരികയാണെങ്കിൽ AC വെൻസിൻ്റെ ഡിസൈൻ കാണാം. പണ്ടത്തെ മോഡൽ വെച്ച് നോക്കുമ്പോൾ ഇതിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ആൻഡ് അതിൻ്റെ താഴേക്ക് AC കൺട്രോൾസിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് മാനുവൽ AC ആണെന്ന് തോന്നില്ല എങ്കിൽ പോലും ഇത് ആക്ച്വലി മാനുവൽ AC തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ വേരിയൻസിലേക്ക് വരുമ്പോഴേക്കുമാണ് ഡ്യുവൽ സോൺ ഓട്ടോ AC ഒക്കെ കിട്ടി തുടങ്ങുന്നത്. ഇതിൻ്റെ അകത്ത് സാധാരണ AC ആണ്. പിന്നെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടും അവൈലബിൾ അല്ല. അതിന് നിങ്ങൾ ഉയർന്ന വേരിയൻറ്റുകളിലേക്ക് തന്നെ പോകേണ്ടി വരും. ഇനി വേറൊരു വ്യത്യാസമുള്ളത് ഈ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെയാണ്. അത് നമുക്ക് ടോപ്പ് എൻഡിൽ കിട്ടുന്ന പോലെ ഫുള്ളി ഡിജിറ്റൽ 10.25 ഇഞ്ച് യൂണിറ്റ് ഒന്നും അല്ല. നേരത്തെ XUV300 ഉണ്ടായിരുന്ന ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് ഈ പെർട്ടിക്കുലർ വേരിയൻറ്റിൽ അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് മോശമൊന്നുമല്ല, കാരണം അത്യാവശ്യം നല്ല ക്ലസ്റ്ററാണ്. കുറച്ച് റെഡ് ഡയൽസും സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നടുവിൽ മോണോക്രോം ഡിസ്പ്ലേ ആണ് MIDയിൽ വരുന്നത്, കളർ TFT ഡിസ്പ്ലേ അല്ല. ബട്ട് സ്റ്റിൽ ആവശ്യത്തിനുള്ള ഇൻഫർമേഷനൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കും. പിന്നെ ക്രൂസ് കൺട്രോൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് പോലെ അവൈലബിൾ ആണ്. പിന്നെ സ്റ്റിയറിംഗ് മോഡ്, ഓഡിയോ കൺട്രോൾസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ
കാര്യത്തിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിപ്പം ബാക്കി യൂസബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇൻഫോടൈം സിസ്റ്റം നല്ലതാണല്ലോ. ഇൻഫോടൈം സിസ്റ്റം 10.25 ഇഞ്ചിൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ക്യാമറ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ജസ്റ്റ് ഒരു 10,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെക്കാമെന്ന് പറഞ്ഞത്. പിന്നെ ഒരു ഇമ്പോർട്ടൻസ് സാധനമുള്ളത് സൺറൂഫ് ആണ്. നിങ്ങൾ MX3 Pro എടുക്കുകയാണെങ്കിലും MX3 എടുക്കുകയാണെങ്കിലും MX2 Pro എടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് ഇവർ സൺറൂഫ് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇത് പിന്നെ നിങ്ങൾക്ക് സിംഗിൾ പെയിൻ സൺറൂഫ് ആണ് കിട്ടുന്നത്. ടോപ്പ് എൻഡിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ പാനോറാമിക് വലിയ സൺറൂഫൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അതല്ല, ഒരു ചെറിയ സൈസ് സൺറൂഫാണ്. പണ്ടത്തെ XUV 300 ഉണ്ടായിരുന്ന ആ ഒരു സൈസാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സൺഗ്ലാസ് ഹോൾഡറും അതുപോലെ ഹാലജൻ റീഡിംഗ് ലൈറ്റും ആൻഡ് ഈവൻ ബാക്കിലത്തെ പാസഞ്ചേഴ്സിനും ഒരു റീഡിംഗ് ലൈറ്റ് പോലെ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് നടുവിൽ ആംറസ്റ്റ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ ആംറസ്റ്റ് ഒന്നുമില്ല. അഗൈൻ അത് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റ്സ് ഇത് ഫാബ്രിക് സീറ്റ്സ് ആണ്, ലെതർ സീറ്റ്സ് ഒന്നും അല്ല. പക്ഷെ എന്നാലും അതിൻ്റെ കുഷനിങ്ങും സാധനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പെട്ടെന്ന് വേർക്കില്ല. ലെതർ സീറ്റ്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് വണ്ടിയുടെ ടോപ്പ് എൻഡിലും വെന്റിലേറ്റഡ് സീറ്റ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് വേർക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബാക്കിലത്തെ സീറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള കംഫർട്ടൊക്കെ കിട്ടും, കാരണം സ്പേസ് അത്യാവശ്യമുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളുണ്ട്. ബാക്കിൽ ആംറസ്റ്റ് മാത്രമാണ് ഒരു മിസ്സിംഗ് ഉള്ളത്. പക്ഷേ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ഒക്കെ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആണ്, അതിലൊന്നും വ്യത്യാസമില്ല. ആൻഡ് ഈവൻ ബാക്കിൽ AC വെൻസും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അത് ഈ വേരിയൻ്റ് എന്നല്ല, നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും ഈ വാഹനത്തിൽ റിയർ AC വെൻസ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആണ്. പണ്ടത്തെ മോഡലിൽ റിയർ AC വെൻസ് ഇല്ലായിരുന്നു, ഇപ്പോൾ കൊണ്ടുവന്നപ്പം അവർ സ്റ്റാൻഡേർഡ് ആക്കി കൊടുക്കുകയും ചെയ്തു. പിന്നെ ബാക്കിൽ നമുക്ക് 2 ചാർജിങ് പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു USB പോർട്ടാണ്, Type-C ആണ്. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് ഒരു 12 വോൾട്ട് ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 6 എയർ ബാഗ്സ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ABS EBD തുടങ്ങിയ സാധനങ്ങളൊക്കെ തീർച്ചയായും ഉണ്ട്. ആൻഡ് ഇനി ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സിൽ പറയാൻ പറ്റുന്നത്. അടുത്തതായി എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഈ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റിൽ കിട്ടുന്നത്. ഒന്ന് 1.2 ലിറ്റർ M-Falcon സീരീസിൽ വരുന്ന MPFI പെട്രോൾ എഞ്ചിനാണ്. നമുക്ക് കുറച്ചുകൂടി ഉയർന്ന വേരിയൻസിലേക്ക്, അതായത് AX സീരീസിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് ടർബോ പെട്രോൾ TGDA ആയിരിക്കും കിട്ടുന്നത്. ഇത് ടർബോ ആണ്, പക്ഷേ പവർ കുറച്ച് കുറവാണ്. 110 PS പവറും അതുപോലെ 200 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കുമാണ് കിട്ടുന്നത്. പക്ഷേ ഈ എഞ്ചിൻ ഒട്ടും മോശം എഞ്ചിൻ അല്ല. പ്രത്യേകിച്ച് ഈ പ്രൈസ് പോയിന്റിൽ വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇത് ഓഫർ ചെയ്യുന്നത്. ആകെപ്പാടെ നിങ്ങൾക്ക് കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് മൈലേജിൽ മാത്രമായിരിക്കും. അത് ഭയങ്കര ഇമ്പ്രസീവ് അല്ല. പക്ഷേ നമ്മൾ ഡീസൻ്റായിട്ട് മാന്യമായിട്ട് അധികം ത്രോട്ടിലൊന്നും കൊടുക്കാണ്ട് ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 14-15 വരെയൊക്കെ ഇതിന് മൈലേജും കിട്ടും. ഇതിൻ്റെ ഉയർന്ന വേരിയൻസിലുള്ള TGDA എഞ്ചിൻസ് കുറച്ചുകൂടെ പവർഫുൾ ആണെങ്കിലും അതിന് മൈലേജും കമ്പാരിറ്റീവ്ലി കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വരുന്ന എഞ്ചിൻസ് ആണ്, കൂടുതൽ പവർഫുള്ളും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻ്റും ഒക്കെ ആയിരിക്കും. അത് ഇത്രയാണ് എഞ്ചിൻ ഓപ്ഷൻസിലും പറയാൻ പറ്റുന്നത്. പിന്നെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. അത് 117 PS പവറും അതുപോലെ 300 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. സാഡ്ലി നമുക്ക് ഈ ഒരു മോഡലിൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ കിട്ടുന്നില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ MX2 പ്രോയിലേക്ക് പോകേണ്ടി വരും. MX3യിലും ഇല്ല, MX3 പ്രോയിലും ഇല്ല, അതുപോലെ MX1ലും ഇല്ല. ആകെപ്പാടെ ഒറ്റ വേരിയൻറ്റിൽ മാത്രമാണ് ഇവർ ഈ MX സീരീസിൽ ഓട്ടോമാറ്റിക് കൊടുക്കുന്നത്. സത്യത്തിൽ MX3 പ്രോയിൽ കൂടി കൊടുക്കായിരുന്നു, കാരണം അവരിതിൻ്റെ അകത്ത് എന്തായാലും കൊടുക്കുന്നത് AMT ഓട്ടോമാറ്റിക് ആണ് ഈ M-Falcon എഞ്ചിൻ്റെ കൂടെ. മറ്റതിൻ്റെ അകത്താണ്, അതായത് TGDAയിലാണ് നമുക്ക് 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഒക്കെ വരുന്നത്. ഡീസലിലാണെങ്കിലും AMT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാനിത് ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. 9.99 lakhs ആണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഈ ഒരു പ്രൈസ് പോയിന്റ് നിങ്ങൾ എടുക്കുന്ന നെക്സോൺ ആണെങ്കിൽ അതിൻ്റെ അകത്ത് അധികം ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. മാത്രമല്ല ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എഞ്ചിനും കിട്ടുന്നുണ്ട്, ഈ പറയുന്ന രീതിയിലുള്ള ആവശ്യത്തിനും ഈ കുറച്ചും കൂടെ അനാവശ്യത്തിനുള്ള ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. ഈ മോഡലിൽ നിങ്ങൾ ഡീസൽ എടുക്കുകയാണെങ്കിൽ 11.39 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതും കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ് എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് മറ്റുള്ള ഈ സെഗ്മെൻറ്റിലുള്ള മറ്റുള്ള വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്. നെക്സോണിൻ്റെ ഇതേ പ്രൈസ് പോയിന്റിൽ വരുന്ന പ്യുവർ വേരിയൻ്റ് ഒക്കെയാണ്, അതിൻ്റെ അകത്ത് ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും തീർച്ചയായും വരുന്നില്ല. സോ ഇതാണ് XUV 3XOയുടെ MX3 Pro എന്ന് പറഞ്ഞ വേരിയൻറ്റ്. ഈ MX3യും MX3 Proയും തമ്മിൽ ലൈറ്റിംഗ് സെറ്റപ്പിൻ്റെ വലിയ വ്യത്യാസമുള്ളൂ കേട്ടോ. അതായത് LED ലൈറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ വ്യത്യാസം. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് താഴത്തെ വേരിയൻറ്റ് എടുക്കാം. ഈ ലൈറ്റ്സ് LED അല്ലാണ്ട് ഹാലജൻ ആകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് താഴത്തെ വേരിയൻ്റ് ആണ് എന്ന്. എനിവേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ and goodbye.